ഹലോ. എല്ലാ ദിവസവും നമ്മൾ ഷോപ്പിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. അപ്പം ഇന്ന് ഞാൻ കരുതി ഒരു മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോയപ്പോൾ എനിക്കൊരു പെട്ടെന്ന് വേറൊരു കുട്ടി ഇപ്പം എന്താ പറയുക SLC ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ ഈ മറ്റേ സ്ലാം ബുക്കും ഓട്ടോഗ്രാഫ് ബുക്കൊക്കെ വാങ്ങുന്ന തിരക്കിലാണ്. കാരണം അക്കാദമിക് ഇയർ തീരാറായി. അങ്ങനെ ഒരു കുട്ടി എടുത്ത ബുക്ക് തിരികെ വെച്ചു. അപ്പോഴാണ് ഇത് എൻ്റെ കണ്ണിൽ പെട്ടത്. ഫേവറേറ്റ് കളറാണ്. അതുകൂടാണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നെവർ ഗിവ് അപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ കരുതി നെവർ ഗിവ് അപ്പ് അല്ലേ. അപ്പോൾ ഗിവ് അപ്പായിട്ട് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ എന്ന് പറയണ്ട, ഒരു സെൽഫ് ലവ്. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ലൈഫുണ്ട്. ആ ലൈഫിൽ നമ്മളെ മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആളുകളാണല്ലേ. നമ്മളെ മറന്നിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം ത്യജിച്ചിട്ടായിരിക്കും നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്നത്. പക്ഷെ എന്താ, എല്ലാം ത്യജിച്ച് സ്നേഹിക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം എന്താണ്, നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് സർവ്വതും ത്യജിച്ച് വന്നേ എന്നൊരു ബോധ്യം നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കുണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെ ഒരു ബോധ്യമില്ലാത്തൊരു വ്യക്തി മൊമെൻ്റ് വരുമ്പോൾ നമ്മളെ ഇട്ടിട്ട് പോകും. അപ്പം നമ്മൾ ത്യജിച്ച് വന്നതിൻ്റെ ഒരു വാല്യൂ ആൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലായ ഒരു വ്യക്തിയാണ് നമ്മുടെ പാർട്ട്ണർ എന്നിരിക്കട്ടെ, പാർട്ട്ണർ ആരോ ആയിക്കോട്ടെ, ഫ്രണ്ടോ പാർട്ട്ണറോ ആരോ ആയിക്കോട്ടെ, അങ്ങനെ അറിയുന്നൊരു വ്യക്തിയാണെങ്കിലാണ് നമുക്ക് ഈ ലൈഫിൽ ഇപ്പോൾ മണി മാറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തികമായിട്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാം വിട്ടിട്ട് വന്ന ഒരു വ്യക്തിയാണ്, അതെനിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്ന ബോധ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവിടെയാണ് ലവ് ഉണ്ടാവുക. ആ ഉണ്ടാവുന്ന ലവിനാണ് എന്തുണ്ടാവുക, വാല്യൂ ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കുക. സ്വന്തം നമ്മളെ ത്യജിച്ച് മറ്റൊരാളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടില്ലെങ്കിൽ, ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി അതൊരു ഈഗോയോ അല്ലെങ്കിൽ ഈഗോ എന്നല്ല, ഞാൻ എന്നൊരു ഭാവം അത് തന്നെ ഈഗോ ആയിട്ട് എടുക്കുക, അങ്ങനെ ഒന്നല്ല. നമ്മളെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കുക എന്ന് കരുതി ചുറ്റുമുള്ളവരെ സ്നേഹിക്കരുത് എന്നല്ല. നമുക്ക് കുട്ടി ഉണ്ടാവാം, പാർട്ട്ണർ ഉണ്ടാവാം, ഫ്രണ്ട്സ് ഉണ്ടാവാം, റിലേറ്റീവ്സ്, അമ്മ അച്ഛൻ ആരോ ആയിക്കോട്ടെ. വി ഹാവ് അവർ സോൾ ഫസ്റ്റ്. ആ സോളിനെ അല്ലെങ്കിൽ ആ ഒരു ശരീരത്തെ ആദ്യം സ്നേഹിക്കുക, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് തിരിയുക. മറ്റുള്ളവരെ സ്നേഹിച്ചാലും നമ്മളെ വിട്ടിട്ട് അവരെ സ്നേഹിക്കാതിരിക്കുക. ഇത് ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ഉപയോഗപ്പെട്ടാലോ, അത്രയേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി ഈ ബുക്ക് വാങ്ങിയാൽ മാത്രം പോയല്ലോ, ഇതിലെന്തെങ്കിലും എഴുതണ്ടേ? സാധാരണഗതിയിൽ ബുക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ബുക്കുകളും അല്ലാതെ റീഡിങ് ബുക്കുകളൊക്കെ ക്രേസുള്ള ഒരാളാണ് ഞാൻ. ഇത് ഇങ്ങനെ പല പാറ്റേണിലുള്ള ഡയറി, പേഴ്സണൽ ബുക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ക്രേസാണ്. ഇത് വാങ്ങും ഫ്രണ്ട് പേജിലൊക്കെ ഭയങ്കര പേഴ്സണൽ കാര്യങ്ങൾ എഴുതും. പിന്നെ അതിലെന്താ എഴുതുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല, പലതും എഴുതും. പിന്നെ പേഴ്സണൽ ബുക്കാണോ എന്ത് ബുക്കാന്ന് പോലും നമുക്ക് മനസ്സിലാവാറില്ല. എല്ലാവർക്കും ഇങ്ങനെ ഒരു പേഴ്സണൽ ഡയറി എന്നതിലുപരി നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സ്പേസ്, ഒരു സമയം, ഒരു ബുക്ക്, ദിവസം ഒരു 5 മിനിറ്റ്സ് അതെന്തായാലും ഉറപ്പായി എടുക്കാനുണ്ടാവും എല്ലാവർക്കും അല്ലേ. ഒരു 5 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതൊരു ദിവസം എഴുതാൻ മറക്കരുത്. ഒരു ദിവസം ഒരു 5 മിനിറ്റ് അല്ലേ. നമ്മളൊരു ടാബ്ലറ്റ് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾ അത് കഴിക്കില്ലേ, അതുപോലെ എഴുതാനുള്ളതും എഴുതാൻ മറക്കരുത്. അവനവന് വേണ്ടി അല്ലെങ്കിൽ അവനവനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാവരെയും സ്നേഹിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഓർമ്മയില്ലാതാവും. നമ്മളെ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നും. അപ്പോൾ അവനവന് വേണ്ടി ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് മാറ്റി വെക്കുക. ഇപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, നമ്മളെ സ്നേഹിക്കാതെ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ സ്നേഹിച്ച് സമയം കളയുന്നു എന്നതിലുപരി പേഴ്സണൽ ലവ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിലേക്ക് തന്നെ തിരിയുമ്പോൾ മാത്രമാണ് നമ്മൾ